ട്രക്കിങ്ങിന് പോയ ആൾ 5 ദിവസമായിട്ടും തിരികെ എത്തിയില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കല്യാണമാണ്. അദ്ദേഹത്തിന്റെ ബൈക്ക് മലനിരകൾക്ക് സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മൊബൈൽ ഫോൺ സിഗ്നൽ കാണിക്കുന്നത് മറ്റൊരിടത്താണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വന്നിരുന്ന 31കാരനായ അദ്വൈതിനെയാണ് കാണാതായത്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാവിലെയാണ് ശിവഗംഗ മലനിരകളിലേക്ക് അദ്വൈത് ഒറ്റയ്ക്ക് ട്രക്കിങ്ങിനായി പോകുന്നത്. രാവിലെ 6:30 ശിവഗംഗയിലെത്തിയ ഇദ്ദേഹം ബൈക്ക് താഴെയുള്ള പാർക്കിംഗിൽ വെച്ച ശേഷം ട്രക്കിംഗ് ആരംഭിക്കുകയായിരുന്നു. തന്റെ ഭാവി വധുവിന് ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി. യാതൊരു കോൺടാക്റ്റുമില്ല. ഉച്ചയോടെ തിരികെ എത്തേണ്ട അദ്വൈത് വരാതിരുന്നതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ ഫിയാൻസി പോലീസിൽ പരാതി നൽകി. നിലവിൽ പോലീസും NDRF അടക്കം 100ഓളം പേർ ചേർന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. അദ്വൈത് ട്രക്കിംഗ് ആരംഭിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് യാതൊരു ബന്ധവുമില്ലാത്തൊരിടത്താണ്. അദ്വൈതിന് വഴിതെറ്റിയതാകാം, അല്ലെങ്കിൽ വല്ല കവർച്ചക്കാരും ആക്രമിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇതൊരു ആത്മഹത്യയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം അദ്വൈതിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ ശിവഗംഗ മലനിരകളിലെ ഏറ്റവും അപകടകരമായ ശാന്താല എന്ന കൊടുമുടിയിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എന്ത് സംഭവിക്കുമെന്നും അത് എത്ര അടി ഉയരമുള്ളതാണെന്നും ഇദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്തതായി കണ്ടെത്തി. അതിനാൽ ആത്മഹത്യാ സാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ശാന്താല കൊടുമുടിക്ക് താഴെ മനുഷ്യ ശരീരത്തിന് സമാനമായ ഒരു രൂപം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അത് അദ്വൈതാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. കുത്തനെയുള്ള പാറക്കെട്ടുകളും മലനിരകളും കാരണം രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ പ്രയാസമുണ്ട്. അവിടെ എത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാവുകയുള്ളൂ.